ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നും ഇതിന് ആവശ്യമില്ല. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു അരിപ്പയിലിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മൈദയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം മിക്സ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. അത് ചെറിയ ജാറിൽ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ നമുക്കൊരു കേക്ക് ടിന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ഓയിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കതാവുന്നിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുത്ത ബട്ടറാണ്. അതിലേക്ക് 1/2 ടീസ്പൂണുള്ള വാനില എസൻസും ഒഴിച്ചൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അടിച്ച മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അതാ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗളിൽ. അതിൽ അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം പാല് നമുക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ മൈദയുടെ മിക്സ് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മൈദയുടെ മിക്സ് അല്പച്ചയായിട്ട് ഇതിലേക്ക് മുട്ട അടിച്ചുകൊണ്ട് വന്ന് അതിലേക്ക് നമുക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിടരുത്, അപ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കാൻ നോക്കുക. പിന്നെ നമുക്കതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അല്പച്ചയായിട്ട് ഇതിലോട്ടൊഴിച്ച് കട്ടിയാവുന്നതനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കുക. ബാക്കി ആ പാലും മൊത്തം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് 1/4 ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. പകുതി എടുക്കേണ്ട, 1/4 ഭാഗം കുറച്ച് ഇവിടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നേരത്തെ കലക്കി വെച്ച കൊക്കോ പൗഡർ, പാലിൽ മിക്സ് ചെയ്ത കൊക്കോ പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്കൊരു 3-4 ഡ്രോപ്സോളം വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ വിനീഗർ ചേർക്കുന്നത്. 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മറ്റേ മിക്സിലൂടെ വിനീഗർ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒരു സ്പൂൺ വെച്ച് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ
പിന്നെ അതിൻ്റെ നടുക്കോട്ട് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ചെയ്ത് ആ കൂട്ടുകൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാം നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ആ ഓളെന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. ഞാനിത് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഒരു ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഇതേപോലെ ഡിസൈൻ ഒരു ഫ്ലവർ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവൻ സെറ്റപ്പാണ്. ഞാൻ ഇതിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഓവനിലൊന്നും വയ്ക്കുന്നില്ല. ഇതൊരടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുത്ത്. അത് 40 മിനിറ്റ് ആയപ്പോൾ കുത്തിവെപ്പ് ആയില്ലായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്കിതിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം. തണുത്തതിന് ശേഷം ആ പേപ്പറൊന്ന് മാറ്റി നമുക്കിത് കട്ട് ചെയ്യാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഡിസൈനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കണ്ടില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.